കണ്ണൂരിലെ ഷെറി ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ പൂട്ടി 14 തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനു ശേഷം ഉടമയായ ഡോക്ടർ മൻസൂർ അഹമ്മദ് അലി തൊഴിലാളികളെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ വ്യാജ പ്രചരണം നടത്തിവരികയാണെന്ന് മുൻ സിഇഒ കെ സുഗില വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഒരു മാസം മുൻപ് ഇവിടെയുള്ള തൊഴിലാളികളിൽ 22 പേരെ ഡോക്ടർ അകാരണമായി പിരിച്ചുവിട്ടിട്ടുണ്ട്. വിവിധ ബിൽ തിരിമറി നടത്തി 1,37,00,000 വഞ്ചിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തുന്നതെന്നും സുഗില ആരോപിച്ചു. അതായത് 44 മണിക്കൂർ ഡ്യൂട്ടി എടുത്ത് 2 സ്റ്റാഫിന് എക്സ്ട്രാ സാലറി കൊടുക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ എന്നെ പുറത്താക്കാൻ. അത് പറഞ്ഞു. ഞാൻ 31 പറയുന്നു, മെയ് 31 ഞാൻ അക്കാര്യം പറയുന്നു. 1-ാം തീയതി എല്ലാ സ്റ്റാഫിനും സാലറി നിഷേധിക്കുന്നു. ഇതുവരെ 1-ാം തീയതി സാലറി കൊടുത്തിയാണ്. എല്ലാ സ്റ്റാഫിനും സാലറി നിഷേധിക്കുന്നു. അവർ പ്രതിഷേധിച്ചതിന് പ്രകാരം 2-ാം തീയതിക്കുള്ളിലായിട്ട് എല്ലാവർക്കും സാലറി കൊടുക്കേണ്ടി വരുന്നു. 3-ാം തീയതി എന്നെ പുറത്താക്കുന്നു. ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല. ഇതാണ് സ്റ്റാർട്ടിങ് ഉണ്ടായത്. അതിനുശേഷം പ്രിയ തോമസ് എന്ന് പറയുന്ന സാറിന്റെ ഒരു ഫ്രണ്ടിനെ സാറ് മാനേജറായിട്ട് എന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അവൾക്ക് ഷോപ്പ് കൈമാറ്റം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവൾ പറഞ്ഞു, ഇവിടെ ഇപ്പൊ സാറ് തന്നെ എല്ലാവരോടും പറഞ്ഞു, ഇവിടെ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് കഴിഞ്ഞു, അതുകൊണ്ട് എല്ലാ ഷോപ്പും നഷ്ടത്തിലാന്ന് പറഞ്ഞിട്ട് 14 കുട്ടികളെ പിരിച്ചുവിടാനുള്ള ഓർഡർ കൊടുത്തു. 14 കുട്ടികളോടും പറഞ്ഞു, നിങ്ങളിനി വേറെ ജോലി നോക്കിക്കോ, എന്റെ ഷോപ്പെല്ലാം നഷ്ടത്തിലാണെന്ന്. അതിനൊക്കെ നമ്മൾക്ക് പ്രൂഫ് ഉണ്ട്. ഷോപ്പ് ലാഭത്തിലായിരുന്നു എന്നുള്ളതിൻ്റെത്. 2 ഷോപ്പ് മാത്രമേ നഷ്ടത്തിലുള്ളൂ, ചെറുതായിട്ടുള്ള. അപ്പൊ ഈ സംഭവത്തിന്റെ മേലെ അവര് പ്രിയ തോമസ് പറഞ്ഞത്, ഇത്രയും സാലറി വാങ്ങുന്ന സ്റ്റാഫിനെ അഫോർഡ് ചെയ്യാൻ അവർക്ക് പറ്റില്ല, അതുകൊണ്ട് ചെറിയ സാലറിയിലെ സ്റ്റാഫിനെ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നല്ല സാലറി വാങ്ങുന്ന മുഴുവൻ സ്റ്റാഫിനെയും പുറത്തു വിട്ടിട്ട് പുതിയവരെ കൊണ്ടുവരണം. ഇതായിട്ട് ഷെറി ഗ്രൂപ്പിലുണ്ടായ പ്രശ്നം. പക്ഷെ അതിന് അവർ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത്, ഈ കുട്ടികള് അവിടുന്ന് ലക്ഷക്കണക്കിന് രൂപേന്റെ തിരിമറി നടത്തിയെന്ന് പറഞ്ഞു. ഈ പ്രിയ തോമസ് ഈ ആരോപണം ഉന്നയിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് ഓണറായ ഡോക്ടർ മൻസൂർ സ്റ്റാഫിന് തന്നെ മെസ്സേജ് അയക്കുന്നത്, പുതിയ മാനേജ്മെന്റ് വന്നിട്ട് നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചേക്കാം, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഷോപ്പിൽ നിന്ന് സ്ഥലം വിട്ടു വന്നിട്ടൊരു വോയിസ് സ്റ്റാഫിന്. പിറ്റേന്ന് രാവിലെയാണ് ഈ പ്രിയ തോമസ് വന്നിട്ട് ഈ ആരോപണം നടത്തുന്നത്. അതിനെതിരെ ഈ കുട്ടികൾക്ക് CITU മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് അവരോട് പറയുക, അവർ ലേബർ ഓഫീസിൽ നേരിട്ടിട്ട് ഈ ജോലി പുനഃസ്ഥാപിച്ചു കിട്ടാൻ അപേക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെയുള്ള വ്യക്തമായ തെളിവുകൾ കൈവശമുണ്ട്. ഗൾഫിലുള്ള കടബാധ്യത തീർക്കാനായി സ്ഥാപനത്തിൽ ജീവനക്കാരായ തന്റെയും ഭർത്താവിന്റെയും പേരിൽ ഗിഫ്റ്റഡ് അക്കൗണ്ടായി 7 ലക്ഷം രൂപ അയക്കുകയും യൂണിയൻ മണി വഴി തിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സൗണ്ട്, വീഡിയോ, CCTV സിസ്റ്റം എല്ലാം ഷോപ്പിലുണ്ട്. സ്റ്റാഫിനെയും കുടുംബത്തെയും തെറ്റിദ്ധരിപ്പിച്ച് കടത്തിയത് നിയമപരമായിരുന്നില്ല. ഇതിനെതിരെ EDക്ക് പരാതിയും മാപ്പപേക്ഷയും നൽകിയിട്ടുണ്ടെന്നും കെ സുഗില പറഞ്ഞു. ഡോക്ടറുടെ സുഹൃത്തായ പ്രിയ തോമസ് എന്നയാൾക്ക് ഷോപ്പ് കൈമാറുന്നതിന്റെ ഭാഗമായി വലിയ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരെ ഒഴിവാക്കാനായി സാമ്പത്തിക ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥാപനത്തിന്റെ എല്ലാ ഇടപാടുകളും ഡിജിറ്റലിലൂടെ മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും കെ സുഗില പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മുൻ ജീവനക്കാരനായ അജിത് നാരായണൻ, E സൗമ്യ, K വിനോദ്, P സുജിത്ത് എന്നിവരും പങ്കെടുത്തു.